മാലിന്യം തള്ളുന്നതിൽ റെയിൽവേക്കെതിരെ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ. 10 ലോഡ് മാലിന്യം റെയിൽവേ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തള്ളി എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ലെന്നും മേയർ പറഞ്ഞു. ശുചീകരണ തൊഴിലാളിയായ ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചതിന് പിന്നാലെയാണ് റെയിൽവേയും തിരുവനന്തപുരം നഗരസഭയും തമ്മിലുള്ള പോര് പരസ്യമായത്. നഗരത്തിലെ മാലിന്യങ്ങളുടെ പ്രധാന കാരണക്കാർ റെയിൽവേ എന്നായിരുന്നു നഗരസഭയുടെ ആരോപണം. മാലിന്യ നീക്കത്തിന് നോട്ടീസ് നൽകിയെങ്കിലും റെയിൽവേ കണ്ടഭാവം നടിച്ചില്ല. അതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ അനുവാദമില്ലാതെ 10 ലോഡ് മാലിന്യം നിക്ഷേപിച്ചെന്ന പരാതി. നഗരസഭയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മാലിന്യം നിക്ഷേപിച്ച 2 ലോറികൾ നഗരസഭ പിടിച്ചെടുത്തു. മാലിന്യമെടുക്കാൻ റെയിൽവേ കരാർ നൽകിയ ഏജൻസിയുടെ ലോറികളാണ് പിടിച്ചെടുത്തത്. ഇതിനു പിന്നാലെ വിശദീകരണം തേടി റെയിൽവേക്ക് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചു. റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനം ഒരു ശരിയായ സമീപനമല്ല എന്ന് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നവംബർ മാസം 21-ാം തീയതി നഗരസഭയുടെ തന്നെ അണമുഖം വാർഡിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ, ഒരു ഗ്രൗണ്ടിൽ ഏതാണ്ട് 25ഓളം ലോഡ് മാലിന്യങ്ങൾ റെയിൽവേ നൽകിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യം മാറ്റുന്ന ആളുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു തെറ്റായ നടപടി റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ റെയിൽവേയുടെ നേതൃത്വത്തിൽ നടക്കും എന്നാണ് നഗരസഭ കരുതിയിരുന്നത്. ഒരു സ്വകാര്യ ഭൂമിയിൽ ഏതാണ്ട് 10 ലോഡുകളോളം മാലിന്യം നിക്ഷേപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഇത്തരത്തിലേക്കൊരു ഇടപെടൽ വരുന്നത് എന്നത് ഗുരുതരമായ വിഷയമാണ്. അത് പരിഹരിക്കാൻ റെയിൽവേ ഇനിയെങ്കിലും തയ്യാറാകണം എന്നതാണ് നഗരസഭയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. നഗരത്തിലെ തോടുകൾ വൃത്തിയാക്കുമ്പോൾ റെയിൽ നീർ കുപ്പികൾ കൂടുതലായി ലഭിക്കുന്നുവെന്നും നഗരസഭ ആരോപിക്കുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിലും റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. നോട്ടീസ് നൽകി ഏറെ വൈകിയ ശേഷമാണ് മാലിന്യം മാറ്റിയത്. വീണ്ടും മാലിന്യ നിക്ഷേപം തുടരുന്നു എന്നാണ് പുതിയ പരാതി. 24 തിരുവനന്തപുരം.